എവിടെ പോണേ? കാറല്ലോ. ഹായ് ഹലോ. ആക്ച്വലി ഇന്നൊരു ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കണമെന്ന് എൻ്റെ മൈൻഡിൽ ഒട്ടും പ്ലാനില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്തെ എന്നാൽ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്, ഫുൾ ഡേ ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടാലോ? ബാ. ഇതുപോലൊരു പാത്രം എടുക്കണം. എന്നിട്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് ലെമൺ ജ്യൂസ്. ഇതെന്തിനാന്നല്ലേ, ഈ ചിക്കനെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടും. ഓക്കെ. എന്നിട്ട് ഈ പാത്രം ഇങ്ങനെ അടയ്ക്കും. എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പുളിക്ക് സർബത്ത് അടിക്കുന്ന പോലെ അങ്ങ് അടിക്കുക. പുലാവിനുള്ള തക്കാളി, മല്ലിയില, മല്ലിയില, സവോള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്. പുലാവ് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് ചതച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ചിക്കനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടില്ല. സോ നമുക്കൊന്നുകൂടി പുളിക്ക് സർബത്ത് അടിക്കേണ്ടി വരും. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് വീണ്ടും സെയിം പുളിക്ക. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കത്തില്ലേ, ബസ്മതി റൈസ് അല്ല, ജീരകശാല കൈമ റൈസ്, അതാട്ടോ ഞാൻ ഉണ്ടാക്കണേ. ഒരു ഗ്ലാസ് മതി. സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം വെച്ച് കുറച്ച് നെയ്യ് കൊടുക്കാം കേട്ടോ. ഞാൻ നെയ്യ് എടുക്കും, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. നെയ്യ് ഉണ്ടെങ്കിൽ ഒരു ഗുമ്മുള്ളൂ. ഒന്ന് ചൂടായി വരട്ടെ. പട്ട, ഗ്രാമ്പു, ഏലക്ക. എൻ്റെ ഇലയില്ല, ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇല ഇടണം. ഇല മസ്റ്റാണേ, പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല. ഒറിജിനൽ പുലാവൊന്നും ആയിരിക്കില്ല കേട്ടോ, ഇതൊക്കെ തട്ടിക്കൂട്ട്. പിന്നെ ഞാനൊരു തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളൊരു പുലാവ് ഉണ്ടാക്കും. പക്ഷേ ഇവർക്ക് അതിനേക്കാളും ഇഷ്ടം ഈ ഒരു സിമ്പിളായിട്ട് വലിയ മസാലയോ ഒന്നുമില്ലാത്ത പ്ലെയിൻ പുലാവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് തന്നെ വെച്ചത്. ഇനി നമുക്കിതിലേക്ക് സവോള അരിഞ്ഞ് കൊടുക്കാം. കുറച്ചുപ്പേ, സവോള ഒന്ന് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് ചതച്ച് വെച്ചേക്കണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തൻറ്റിക് ആയിട്ടുള്ള പുലാവ് ഇങ്ങനെയൊന്നും അല്ല ടേസ്റ്റ്, പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും. നമുക്കെന്താണ് ഇഷ്ടം അതില്ലേ നമ്മൾ ഉണ്ടാക്കുക അല്ലേ. ഞാൻ 2 പച്ചമുളകും കൂടി ഇടുവാണ്. ഞാൻ മുളക് പൊടി ഇടാന്ന് വെച്ചു, അപ്പോൾ ചോദിച്ചു വേണ്ട, കളർ മാറിപ്പോത്തില്ല നമ്മുടെ പുലാവിൽ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി. ഇത്രയും മതി, ഇനി വേറെ ഒന്നും വേണ്ട. ഇളക്കുക, പെട്ടെന്ന് ഇളക്കിക്കും, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കൂട്ടത്തിൽ നമ്മുടെ തക്കാളി ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞേക്കണേ. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാത്രത്തിലല്ലേ ഉണ്ടാക്കുന്നത്, സാധാരണ കുക്കറിനകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. പച്ചക്കറിയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കറിനകത്ത് വെന്തോളല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പാത്രത്തിനകത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പച്ചക്കറി ഇത്രയും നന്നായിട്ട് വേവിക്കുന്നത് കേട്ടോ. കാരണം ജീര റൈസുമാണ്,
നമുക്ക് ഒരുപാട് ടൈമില്ല, പെട്ടെന്ന് തന്നെ റൈസ് സെറ്റാവും. അപ്പോൾ പച്ചക്കറി ആദ്യം തന്നെ ഇതുപോലെ കുറച്ചൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. എന്നിട്ട് മാത്രം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എൻ്റെ ക്യാമറാമാന് വയ്യ ഗൈസ്, ചുമയാണ്. ഞങ്ങൾക്കിന്ന് സ്കൂളിൽ ഒരു എക്സ്പോ ഒക്കെ ഉണ്ട്, നമുക്കതിനും പോകണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ എന്താടി മിഡ് വെക്കേഷൻ അല്ലേ? നമുക്ക് മിഡ് വെക്കേഷൻ സ്റ്റാർട്ടായി. എന്നാ എന്നിട്ട് റീ ഓപ്പൺ ആവുന്നത്? നവംബർ 2. റൈസ് ആഡ് ചെയ്യാം. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിയല്ലേ, ഇപ്പോൾ 2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കമത്തിയ പോലെ ആരും എന്നൊന്നും പറയുന്നില്ല കേട്ടെ. എത്രയോ എക്സ്പേർട്സ് ഉണ്ടല്ലേ എൻ്റെ ദൈവമേ. ഞാനിപ്പോൾ ചെയ്തത് എനിക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊരു അറിയാവുന്നതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ എനിക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇനി അറിയാവുന്നവർ അങ്ങനെ തന്നെ ചെയ്യും അല്ലേ? പക്ഷേ അറിയത്തില്ലാത്ത ആരെങ്കിലും ഇത് കണ്ടിട്ട് വെള്ളം എടുത്ത് കമത്തരുത് കേട്ടോ. കമത്തിയ പുലാവ് ചിലപ്പോൾ പുലാവല്ല, ഈ ചോറ് ചിലപ്പോൾ പായസമായി പോയിന്ന് വരും. ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പില്ല, നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ചെക്ക് ചെയ്യണം. അയ്യോ മല്ലിയില, വെരി സ്മൈ മല്ലിയില. മല്ലി ഈ വെള്ളം മതിയാവും എന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ തീ വെച്ച് കുക്ക് ചെയ്തിട്ട് പിന്നെ അടച്ചു വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്റ്റീമിൽ അവിടെ ഇരുന്ന് റൈസ് വെന്തോളും. അപ്പോൾ നമ്മുടെ പുലാവ് റെഡി. കോരിയെടുക്കാം. ചിക്കൻ എന്തായാലും വെന്തിട്ടുണ്ട്. ചേച്ചിയുടെ അല്ലേ പൗച്ച്? എന്തിനാ എടുത്തേ? എന്തിനാ പൗച്ച് എടുത്തേ? ഞാൻ അടിച്ചോളാം. ചേച്ചി വിളിക്ക്, ചേച്ചി വിളിച്ച് ബായ് പറ. ഉറക്കെ വിളിക്ക്. ബായ് പറ. ചേച്ചി സ്കൂളിൽ വിട്ടു. ഞങ്ങളിതേ ടാബൊക്കെ എടുത്ത് വെച്ചു, ഒന്ന് മൂവിയൊക്കെ കാണാമെന്ന് വെച്ചു. അപ്പം കുറച്ച് നേരം സിനിമ കാണാം, അതേപോലെ നമുക്കും സ്കൂളിൽ പോകണേ. മൂവിയുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ലഞ്ചും കഴിച്ചു കേട്ടോ. ചേച്ചിയെടുത്ത് പോകണ്ടേ? ഞങ്ങൾ റെഡിയായി. ക്യാബ് ബുക്ക് ചെയ്യാനായിട്ട്
പറഞ്ഞിട്ടുണ്ട് അപ്പോഴെടുക്കൽ. അപ്പം ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോകും അല്ലേ? Chapter 5. The children save the day. One day, when the children were walking on the top of the hill beside the railway line, they saw something unusual. Look! It's magic! A tree on the opposite side of the railway line was moving slowly down the slope. സ്കൂളിലെ എക്സ്പോ നന്നായിരുന്നു കേട്ടോ. ടീച്ചേഴ്സും പിള്ളേരും പിന്നെ പേരൻസ്, ഇതൊക്കെ ഉണ്ടാക്കാൻ പേരൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടിട്ടൊരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. പിന്നെ കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ, കാരണം ഫുൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്നും തീരില്ല. അത്രമാത്രം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. പേരൻസ് വരുമ്പോൾ ഓരോന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇവന് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഓടിക്കളിച്ച് നടക്കുകയാണ് ഇവൻ. ഇംഗ്ലീഷ് എക്സ്പോയിലായിരുന്നു എൻ്റെ മോള് പങ്കെടുത്തത്. അവർക്കതിന് 3rd പ്ലേസ് കിട്ടി കേട്ടോ. സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് നമുക്കൊരു അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അവിൽ മിൽക്കും കുടിച്ച് ഞാൻ വീട്ടിലേക്ക്